ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 46 അധ്യായത്തിൻ്റെ 30 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇസ്രായേൽ യോസേപ്പിനോട്, നീ ജീവനോടിരിക്കുന്നുവെന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു. നാം ചിന്തിച്ചു, തന്നെ കയറ്റിക്കൊണ്ടുപോകുവാൻ യോസേപ്പ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോവിന് വീണ്ടും ചൈതന്യം വന്നു എന്ന്. മതി, എൻ്റെ മകൻ യോസേപ്പ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുൻപേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. യാക്കോവ് ആദ്യം അത്ഭുതപ്പെട്ടു. യോസേപ്പ് ജീവനോടുകൂടി ഇരിക്കുന്നു എന്ന വാർത്ത വളരെ അതിശയകരമായൊരു വാർത്തയായിരുന്നു. മരിച്ചുപോയി എന്ന് ധരിച്ചിരുന്ന തൻ്റെ മകൻ ജീവനോടിരിക്കുന്നു. ആ അപ്പൻ്റെ ഉള്ളം കുളിർത്തു. യാക്കോവിനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ മിസ്രയീമിൽ നിന്ന് ആഡംബര പ്രൗഢികളോടുകൂടെ, വലിയ ആഡംബര പ്രതാപത്തോടുകൂടെ രഥങ്ങളെ, ഫറോ രാജാവിൻ്റെ രഥങ്ങളെ അയച്ചിരിക്കുന്നത് കണ്ടപ്പോൾ യാക്കോവിന് പൂർണ്ണ ഉറപ്പായി, വിശ്വാസമായി. യാക്കോവിന് വീണ്ടും ചൈതന്യം വന്നു എന്ന് നാം തിരുവചനത്തിൽ വായിച്ച് പഠിച്ചു. ഇന്ന് നാം ഇപ്പോൾ ചിന്തിക്കുകയാണ്, യാക്കോബ് മിസ്രയീമിലേക്ക് എത്തിയിരിക്കുന്നു. മിസ്രയീമിലെ ഗോശൻ ദേശത്ത് യാക്കോബ് എത്തിയിരിക്കുന്നു. യാക്കോബിൻ്റെ കൂടെ മക്കളും മക്കളുടെ മക്കളും എല്ലാം ആയിട്ട് ആ മിസ്രയീമിൽ വന്നവരായ യാക്കോബിൻ്റെ കുടുംബം ആകെ 70 പേര് എന്ന് 46 അധ്യായം 27 വാക്യത്തിൽ പറയുന്ന പ്രകാരം ഒരു സമൂഹമായി അവരെല്ലാവരും എത്തിയിരിക്കുകയാണ്. കനാനിൽ നിന്ന് ഈജിപ്തിലെത്തിയിരിക്കുന്നതായ ആ വലിയ കൂട്ടം ആളുകൾ അവർ ഗോശൻ ദേശത്ത് പാർക്കുകയാണ്. അവിടെ എത്തി. അപ്പോൾ ഒരു കാര്യം നടന്നു. 46 അധ്യായം 29 വാക്യം, യോസേപ്പ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പാൻ ഗോശനിലേക്ക് പോയി. ആ മോൻ വർഷങ്ങൾക്ക് ശേഷം അപ്പനെ കാണുകയാണ്. അപ്പനും അതുപോലെ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയമകനെ കാണുകയാണ്. നാം കാണുന്നത് എങ്ങനെയാണ്? യോസേപ്പ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പാൻ ഗോശനിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. അപ്പനും കരഞ്ഞു, മോനും കരഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞല്ലേ ഒന്ന് കാണുന്നത്. അന്ന് 17 വയസ്സുള്ള ആ ബാല്യക്കാരനെ അതേ ഇപ്പോൾ യാക്കോവിന് ഓർമ്മയുള്ളൂ. ഇന്ന് ആളങ്ങ് വലുതായി, ഇന്ന് ആൾ പ്രതാപശാലിയായി, ഇന്ന് നല്ല പ്രൗഢിയുള്ളവനായി, ഇന്ന് നല്ല ഔദ്യോഗിക മേധാവിത്വത്തിൻ്റെ എല്ലാ തികവും എന്തുന്നവനായി തീർന്നു. നല്ല ഉയർന്ന നിലവാരത്തിൽ കഴിയുകയാണ്. രാജകീയ പ്രൗഢിയുണ്ട്. നല്ല ശക്തിയും ധന്യതയും ശ്രേഷ്ഠതയും സ്ഥായിയായി ജീവിതത്തിൽ പുലർത്തുന്നത് കാണാൻ പാകത്തിന് വളരെ പ്രകടമായ ആഡംബര പ്രൗഢിയോടുകൂടിയാണ് യൗസേപ്പ് വന്നിരിക്കുന്നത്. അപ്പൻ പ്രായമായിരിക്കുകയാണ്. മോനെ അന്ന് കണ്ട് സഹോദരന്മാരെ തേടാൻ അന്ന് അവൻ്റെ 17 വയസ്സിൽ അയച്ച കാലത്തേക്കാൾ ഇന്ന് യാക്കോബ് പ്രായമായിരിക്കുന്നു. യാക്കോബ് ജരാനരകൾ ബാധിച്ചവനായിരിക്കുന്നു. യാക്കോബ് ശരീരം ക്ഷീണിച്ചിരിക്കുന്നു. പക്ഷേ മുഖത്ത് വലിയ ചൈതന്യം. ശരീരം ക്ഷീണിച്ചാലും മുഖത്ത് ചൈതന്യം ഉണ്ടാകും. ശരീരം ക്ഷീണിച്ചാലും ഹൃദയത്തിൽ ചൈതന്യം ഉണ്ടാകും. ഈ ലോക ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാലും ആത്മാവിൽ ചൈതന്യം ഉണ്ടായിരിക്കും. ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ചൈതന്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കൂ, യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ചൈതന്യമുണ്ട്. ശരീരത്തിൽ ക്ഷീണമുണ്ടായേക്കാം, ആരോഗ്യക്കുറവുണ്ടായേക്കാം, ബലക്ഷയം ഉണ്ടായേക്കാം. പണ്ടേ പോലെ കരുത്തോടെ പ്രവർത്തിക്കാനുള്ള ശേഷിയും ശേമുഷിയും കണ്ടില്ല എന്ന് വന്നേക്കാം. സ്ഥൈര്യവും ധൈര്യവും പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. പക്ഷേ ഉള്ളത്തിൽ വലിയ ചൈതന്യമായിരിക്കും. യാക്കോബ് ചൈതന്യവത്തായ അനുഭവത്തിൻ്റെ തികവിൽ യൗസേപ്പിനെ എതിരേൽക്കുകയാണ്. യൗസേപ്പ് അപ്പനെയും എതിരേൽക്കുകയാണ്. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യോസേപ്പ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പാൻ ഗോശനിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. ഏറെ നേരം കരഞ്ഞുകൊണ്ട് നിന്നു. മിണ്ടാൻ പറ്റുന്നില്ല, വാക്കുകൾ പുറത്തു വരുന്നില്ല. പറയുമല്ലോ, ചിന്തകന്മാർ പറയുമല്ലോ, ഹൃദയം നിറഞ്ഞിരിക്കുമ്പോൾ വാക്കുകൾ ചുരുങ്ങും. വേർഡ്സ് ആർ ഫ്യൂ വെൻ ദ ഹാർട്ട് ഈസ് ഫുൾ. ഹൃദയം നിറഞ്ഞിരിക്കുമ്പോൾ വാക്കുകൾ ചുരുങ്ങിപ്പോകും. വാക്കുകൾ വരുന്നില്ല, തൊണ്ട ഇടറുന്നു. ഗദ്ഗത സ്വരത്തിൽ എന്തോ പറയാൻ തുടങ്ങുന്നുണ്ട്, ഒന്നും ശബ്ദമൊഴുകി വരുന്നില്ല. യാക്കോബിന് എന്തോ പറയണമെന്നുണ്ട്,
മോന് യൗസേപ്പിന് എന്തോ പറയണമെന്നുണ്ട്. ഒന്നും വാക്കുകൾ പുറത്തു വരുന്നില്ല. അക്ഷരം തെളിമയോടെ കേൾക്കാൻ ഒക്കുന്നില്ല. ഏറെ നേരം കരഞ്ഞു. അപ്പനും കരഞ്ഞു, മോനും കരഞ്ഞു. ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത കാര്യം നടക്കുകയാണ്. ഇതാ തീർന്നു എന്ന് വിചാരിച്ചിരുന്ന ആ യൗസേപ്പിനെ ഇപ്പോൾ കാണാൻ നേരിട്ട് കിട്ടുകയാണ്. നല്ല പ്രൗഢിയോടെ, വേഷവിധാനത്തോടെ, ആഡംബരത്തോടെ, വളരെ തേജസ്സാർന്ന ആ രൂപത്തെ, ആ ശരീരത്തെ, ആകാരത്തെ അപ്പൻ യാക്കോബ് നോക്കിക്കൊണ്ട് അങ്ങനെ കണ്ണിമിക്കാതെ നിൽക്കുകയാണ്. കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. എന്നിട്ട് യാക്കോബ് മോനോട് പറയുകയാണ്, ഇസ്രായേൽ യോസേപ്പിനോട്, നീ ജീവനോടിരിക്കുന്നുവെന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു. സ്നേഹിതരെ, എന്തോ ഒരു കൃതാർത്ഥതയാണ്, എന്തോ ഒരു ചാരിതാർത്ഥ്യമാണ്, എന്തോ ഒരു സംതൃപ്തിയാണ്, എന്തോ ഒരു സമാധാനമാണ്. മോനെ, നിന്നെ എനിക്ക് വീണ്ടും കാണാൻ കിട്ടിയല്ലോ. എൻ്റെ മോനെ, നിന്നെ കാണാൻ പറ്റുമെന്ന് ഞാൻ ധരിച്ചിരുന്നതല്ലല്ലോ. എൻ്റെ കുഞ്ഞെ, നിന്നെ വീണ്ടും കാണാൻ എനിക്ക് ദൈവം ഇടവരുത്തിയല്ലോ. ദൈവം എത്ര നല്ലവനാണ്, നമ്മുടെ ദൈവം എത്ര ശ്രേഷ്ഠനാണ്, നമ്മുടെ ദൈവം എത്ര സ്നേഹമാണ്. അത്ഭുതങ്ങൾ, അതിശയങ്ങൾ നടത്തുന്ന നമ്മുടെ ദൈവം നമ്മുടെ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയല്ലേ. സഹോദരങ്ങളെ, ആ അപ്പൻ ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വിതുമ്പി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇസ്രായേൽ യോസേപ്പിനോട്, നീ ജീവനോടിരിക്കുന്നുവെന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു. മോനെ, ഞാൻ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എൻ്റെ നര ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങും. വയോവാർദ്ധക്യം പ്രാപിച്ച് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ കടുത്ത ദുഃഖത്തോടെ പോകേണ്ടി വരുമല്ലോ. നിരാശയോടെ ഉള്ളു തകർന്നവനായി ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർത്തതാണ്. എന്നാൽ എൻ്റെ കുഞ്ഞെ, എൻ്റെ ദുഃഖമെല്ലാം മാറി. ഞാനിപ്പോൾ മരിച്ചാലും പൂർണ്ണ സമാധാനത്തോടെ എനിക്ക് കടന്നു പോകാം. എൻ്റെ മകൻ ജീവനോടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ പുതുക്കുക, ഈ യൗസേപ്പ് യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. ഈ യൗസേപ്പ് യേശുക്രിസ്തുവിൻ്റെ സിംബലാണ്. ഈ യൗസേപ്പ് യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. മോനെ, നീ ജീവനോടിരിക്കുന്നത് കൊണ്ട് ഇനി ഞാൻ മരിച്ചാലും വേണ്ടതില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ഇനി മരിക്കാൻ എനിക്ക് പേടിയില്ല. അതാണ് നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടത്, അതാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടത്. എൻ്റെ ഉള്ളിൽ ക്രിസ്തു സന്തോഷത്തോടെ വസിക്കുന്നു, എന്നിൽ ക്രിസ്തു ഐശ്വര്യമായി വാഴുന്നു. എൻ്റെ ഈ നിസ്സാര ഹൃദയത്തിൽ കാരുണ്യവാനായ ക്രിസ്തു അവിടുന്ന് അധീശനായി വാണരുളുന്നു. അവിടുത്തെ നിയന്ത്രണത്തിലും ഭരണത്തിലും എൻ്റെ ജീവിതം അവിടുന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ വകയാണ്. എന്നെ നയിക്കുന്നത് ക്രിസ്തുവാണ്, എന്നെ നടത്തുന്നത് ക്രിസ്തുവാണ്. എൻ്റെ ഭരണം ക്രിസ്തുവിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് എനിക്ക് മരിക്കാൻ ഭയമില്ല. എത്രയോ പേര് മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നു, മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേവലാതി പൂണ്ട് പരിഭ്രാന്തിയോടെ വലിയ ഭയവിഹ്വലതയോടെ വലയുകയും ഏങ്ങലടിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, മരണത്തെ കൂസലില്ലാതെ നേരിടാൻ ഒരു ദൈവദാസന് സാധിക്കും. ക്രിസ്തു അകത്തുള്ളവന് എപ്പോൾ മരണം വന്നാലും, ഏത് പ്രായത്തിൽ മരണം വന്നാലും, എങ്ങനെ മരണം വന്നാലും അവന് ഭയമില്ല. കാരണം അവനറിയാം, ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് എന്നെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോകുമെന്ന്. അവനറിയാം, ദൈവത്തിൻ്റെ മാലാഖമാർ വന്ന് എന്നെ സ്വർഗീയ സിയോൻപുരിയിലേക്ക് ആനയിക്കുമെന്ന്. അവനറിയാം, എന്നെ കരുണയുള്ള കർത്താവിൻ്റെ ദൂതന്മാർ വന്ന് എതിരേറ്റ് രാജാധിരാജൻ്റെ തിരുസന്നിധാനത്തിൽ എത്തിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ ഭാഗ്യമാണ്. ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് ഈ തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണും, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി കേട്ടത്. സ്വർഗത്തിലെ മഹാശബ്ദം ഭൂമിയിൽ മുഴങ്ങി കേൾക്കുകയാണ്. എന്താണ് സ്വർഗത്തിലെ മഹാശബ്ദം? സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. മരിക്കാൻ ഭയമില്ല. ക്രിസ്തുവിലാണ് ജീവിതം, ക്രിസ്തുവിലാണ് മരണം. ക്രിസ്തുവിൽ ലയിച്ചിരിക്കുകയാണ്, ക്രിസ്തുവിൽ അലിഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിൽ ആനന്ദം മുഴുവനായി ഉൾക്കൊണ്ട് ജീവിതമാകെ അലിഞ്ഞ് ലയിച്ച് ഇഴുകി ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണഭീതിയുള്ളവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ?
അയ്യോ എനിക്ക് രോഗമാണ്, ഞാൻ എപ്പോഴാണ് കടന്നു പോകുന്നത്, അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തെ ഞാൻ ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങിയില്ലല്ലോ, ആത്മലോകത്തേക്ക്, നിത്യജീവനിലേക്ക്, നിത്യസ്വർഗത്തിലേക്ക്, നിത്യ രാജാധിരാജൻ്റെ തിരുസന്നിധാനത്തിലേക്ക് ചെല്ലുവാൻ ഞാൻ ഒരുങ്ങിയില്ലല്ലോ, എൻ്റെ പാവങ്ങൾ ഞാൻ ഏറ്റു പറഞ്ഞില്ലല്ലോ, പാപമില്ലാത്ത ജീവിതത്തിൻ്റെ സൗഖ്യവും വിശുദ്ധിയും ഞാൻ അനുഭവിച്ചില്ലല്ലോ. ഇന്ന് പലരും വേവലാതി കൊണ്ടിരിക്കുകയാണ്, ഇന്ന് പലർക്കും വലിയ ഭയമാണ്, ഇന്ന് പലരും പരിഭ്രാന്തിയിലാണ്. മകനെ, നീ ഇത് കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. പ്രിയമകളെ, നീ ഇത് കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. എൻ്റെ കർത്താവേ, ഞാൻ ഇന്ന് കടന്നുപോയാൽ എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ചെല്ലുമോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എത്തുമോ? കർത്താവേ, ഈ ഭൂമിയിൽ ഞാൻ എപ്പോഴാണ് മാറ്റപ്പെടുന്നത് എന്ന് ഞാൻ അറിയുന്നില്ല. അവിടുത്തെ സന്നിധിയിലേക്ക് വരുവാൻ എന്നെ ഒരുക്കണമേ. എൻ്റെ പാപക്കറകൾ കഴുകണമേ. എൻ്റെ ജീവിതത്തിൽ ഒരണുപോലും പാപം ബാക്കി നിൽക്കല്ലേ നാഥ. ഞാൻ അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ വന്നുപോയി. ഞാൻ മനസ്സോടെയും മനസ്സുകൂടാതെയും പാപങ്ങൾ വന്നുപോയി. എൻ്റെ ചിന്തയിൽ പാപം ഉണ്ടായിപ്പോയി, എൻ്റെ വാക്കുകളിൽ പാപം വന്നുപോയി, എൻ്റെ പെരുമാറ്റത്തിൽ പാപം വന്നുപോയി, എൻ്റെ പ്രവൃത്തിയിൽ പാപം വന്നുപോയി. നാഥ, എൻ്റെ ജീവിതത്തിൽ തെറ്റുകളേറെ സംഭവിച്ചു പോയി, അരുതാത്തത് പലതും സംഭവിച്ചു പോയി. ഞാൻ മൂലം പലരും വേദനിക്കാൻ ഇടവന്നുപോയി. ഞാൻ മൂലം ചിലർക്ക് ദുരിതവും ദുഃഖവും വന്നുപോയി. ഞാൻ ചിലർക്ക് വഴി മുടക്കിപ്പോയി. ചിലരെ അവരുടെ ജീവിതത്തിലെ മുന്നേറ്റത്തിൽ ഞാൻ പിന്നിലേക്ക് വലിച്ച് അവരെ കുതികാൽ വെട്ടുവാൻ, കുതികാൽ ചവിട്ടുവാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ അപായകരമായി ചെയ്യുവാൻ ഞാൻ തയ്യാറായിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ ബാക്കിയുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഏറ്റുപറഞ്ഞിട്ടില്ലാത്ത പാപങ്ങൾ ബാക്കിയുണ്ടോ? ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കാത്തതായ പാപങ്ങൾ ബാക്കിയുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ തീരുമാനമെടുത്തു, നിങ്ങൾ പേരിന് ഒരു ഏറ്റുപറച്ചിൽ നടത്തി, ശരിയായിരിക്കാം. എങ്കിലും മകനെ, നിന്റെ ഹൃദയത്തിൽ നിന്ന് പാപങ്ങൾ കഴുകപ്പെട്ടുവോ എന്നുള്ള ഉറപ്പ് നീ പ്രാപിക്കേണ്ടതാണ്. എങ്ങനെ കഴുകപ്പെട്ടു എന്നുള്ള ഉറപ്പ് കിട്ടും? ഭയപ്പെടേണ്ട. മേലിൽ വരില്ല എന്നുള്ള ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ കഴുകപ്പെട്ടു എന്ന് നിനക്ക് ഉറയ്ക്കാം. വളരെ ലളിതമാണ്. ഇനിമേൽ എൻ്റെ ദൈവം ദുഃഖിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന കനത്ത ഉറപ്പ്, കനത്ത നിശ്ചയം നിനക്കുണ്ടോ? അത്ര ദൃഢമായ ഉറപ്പ് നിനക്കുണ്ടോ? മകനെ, ഭയപ്പെടേണ്ട. കർത്താവ് തൻ്റെ തിരുരക്തത്താൽ നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും പാപം വിട്ടുപോകാത്തതായി ഏതെങ്കിലും അംശങ്ങളുണ്ടോ? ഹൃദയത്തിൽ നീരസം എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ? ആരോടെങ്കിലും വിദ്വേഷമോ പകയോ വൈരാഗ്യമോ മുഷിച്ചലോ ഇരിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാതിരിക്കുന്നുണ്ടോ? പണത്തിൻ്റെ പിന്നാലെ നിങ്ങളുടെ ജീവിതം തള്ളി നീക്കുവാൻ ഇട കൊടുത്തിട്ടുണ്ടോ? സ്വാർത്ഥത അത് നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? തൻ കാര്യം മാത്രം നോക്കുന്നു, മറ്റുള്ളവരുടെ കാര്യം നോക്കാതെ നിങ്ങളുടെ നല്ല ജീവിതം നിങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, സ്വാർത്ഥ ലോലുപത മാത്രമല്ല, മറ്റുള്ളവരെ മാനിക്കാത്ത സ്വഭാവം നിങ്ങൾക്കുണ്ടോ? മറ്റുള്ളവരുടെ നന്മ കാണാത്ത സ്വഭാവം നിങ്ങൾക്കുണ്ടോ? മറ്റുള്ളവരുടെ തിന്മ മാത്രം കാണുകയും മറ്റുള്ളവർ ദുഷിക്കുകയും ചെയ്യുന്ന പ്രകൃതം നിങ്ങൾക്കുണ്ടോ? സ്നേഹിതരെ, ചിന്തിക്കൂ. പാപം മാറിക്കിട്ടിയാൽ മരണത്തെ പുഞ്ചിരിയോടെ അഭിമുഖീകരിക്കാൻ സാധിക്കും. പാപം മാറിക്കിട്ടുമ്പോൾ പുഞ്ചിരിയോടെ നമുക്ക് മരണത്തിലേക്ക് അടുക്കാൻ സാധിക്കും. എപ്പോൾ മരിച്ചാലും ഭയമില്ല. ഉറങ്ങാൻ കിടക്കുകയാണ്, ഉറക്കത്തിലാണ് കടന്നു പോകുന്നത്, പേടിക്കാനില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ യാത്ര ചെയ്യുകയാണ്. യാത്രയിൽ അപകടം വന്നാലും നിങ്ങൾക്ക് ഭയമില്ല. നിങ്ങളൊരു ഗൗരവമേറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജോലി തീർക്കാൻ സാധിച്ചില്ല. അതിനു മുൻപ് നനച്ചരിയാതെ ആകസ്മികമായി, അവിചാരിതമായി, അപ്രതീക്ഷിതമായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ ഇടവരികയാണ്. നിങ്ങൾക്ക് കൂസലില്ല. എന്താണ് കാരണം? നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. പൂർത്തീകരിക്കപ്പെടാതെ ഒന്നും ബാക്കി വെച്ചേക്കരുത്. ചെയ്യാനുള്ളത് ചെയ്ത് തികച്ചിട്ടേ കടന്നു പോകാവൂ. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പൂർണ്ണ ശുദ്ധീകരണം എനിക്ക് ലഭിച്ചതിന് ശേഷം കടന്നു പോകാനിടയാക്കണം. പോരാ കർത്താവേ, ഞാൻ ചെയ്യാൻ നീ എന്നിൽ എന്തെല്ലാം ആശ വെച്ചോ, ഞാൻ നിവർത്തിക്കാൻ എന്തെല്ലാം നീ എന്നിൽ പ്രതീക്ഷ പുലർത്തിയോ, അത് മുഴുവൻ തികച്ചിട്ട് കടന്നു പോകാൻ എനിക്ക് ഭാഗ്യം തരണമേ. നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. വേദപുസ്തകത്തിൽ കിടക്കുന്നത് നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക എന്നാണ്. തീമോത്തിയോസിൽ എഴുതിയ 2-ാമത്തെ ലേഖനം ഒടുവിലത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങൾ 14 ഏറ്റവും ഒടുവിലെഴുതിയ ലേഖനത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാനിതാ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു.
മകനെ തീമോത്തിയോസേ, ഞാനിത് അധികം കഴിയാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ പോവുകയാണ്. ഞാനിതാ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. പക്ഷേ എനിക്ക് ഒരു കൃതാർത്ഥതയുണ്ട്, എനിക്കൊരു സംതൃപ്തിയുണ്ട്. ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയെ പ്രിയം വെച്ച ഏവർക്കും കൂടെ എല്ലാവർക്കും ലഭിക്കും. ഇത് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ അപ്പോസ്തലൻ ചേർത്ത് പറയുകയാണ്, മകനെ, ഞാനിപ്പോൾ തന്നെ ഇതാ പാനീയമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. എൻ്റെ നിര്യാണ കാലം അടുത്തു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം നിന്നോട് പ്രത്യേകിച്ച് പറയാനുണ്ട്. നീ സമയത്തും അസമയത്തും ഒരുങ്ങി നിന്നുകൊള്ളണം. മകനെ തീമോത്തിയോസേ, നിന്റെ ശുശ്രൂഷ നീ നിറപടിയായി നിവർത്തിച്ചു കൊള്ളണം. വചനം പ്രസംഗിക്കുക മകനെ, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക, ദൈവത്തിൻ്റെ വേല ചെയ്യുക. അതിൽ നീ അമാന്തം വരുത്തരുത്. ഞാനിതാ മാറാൻ പോവുകയാണ്. ഞാൻ രംഗത്ത് നിന്ന് നിഷ്ക്രമിക്കാൻ പോവുകയാണ്. രംഗത്ത് നിന്ന് നിഷ്ക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? രംഗത്ത് പരിലസിച്ചു കൊണ്ടിരുന്ന വ്യക്തി അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോവുക. ഞാനിതാ മാറിപ്പോകാൻ പോവുകയാണ്. എന്നാൽ കുഞ്ഞെ, നീ ഇത് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. നീ ഈ ചുമതല ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. ഞാനിതാ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. നീയോ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. വചനം പ്രസംഗിക്കുക. നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. ഒന്നും ബാക്കി വെച്ചേക്കരുത്. പൂർത്തീകരിക്കാതെ ഒന്നും ബാക്കി വെച്ചേക്കരുത്. എന്തോ ഒരു ആഹ്വാനമാണത് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ആശ വെച്ച എത്രയോ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നു. ഞാനും എളിമയോടെ വിനയത്തോടെ കർത്തൃപാദം തേടുകയാണ്. ഞാനും താഴ്മയോടെ കർത്താവിൻ്റെ പാദം കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് എന്തെല്ലാം അനുഗ്രഹം തന്നു. എന്നെ നീ വളർത്തി, എന്നെ നീ ഉയർത്തി, എന്നെ നീ പോറ്റി, എന്നെ നീ പുലർത്തി. എനിക്ക് നീ അഡ്രസ്സ് തന്നു, എനിക്ക് നീ സമാധാനം തന്നു, സമാധാനമുള്ളൊരു കുടുംബജീവിതം തന്നു. ഐശ്വര്യമായി ജീവിക്കാൻ, ശാന്തമായി ജീവിക്കാൻ നീ എനിക്ക് ഇത്രത്തോളം നന്മകൾ തന്നു. കർത്താവേ, നീ നല്ലവനാണ്. എനിക്ക് നന്മ മാത്രമേ ചെയ്തുള്ളൂ. എങ്കിലും കർത്താവേ, ഞാൻ വേണ്ടതുപോലെ നിൻ്റെ വേല ചെയ്തില്ലല്ലോ. ഒരു പരിശുദ്ധനായി നിന്നുകൊണ്ട് ഞാൻ വേണ്ടതുപോലെ എൻ്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിച്ചില്ലല്ലോ. പലപ്പോഴും എനിക്ക് അലസതകൾ വന്നിട്ടുണ്ടല്ലോ. എന്നെ ആളുകൾ ആക്ഷേപിക്കുമ്പോൾ ഞാൻ വാടിപ്പോയിട്ടുണ്ടല്ലോ. എന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുമ്പോൾ ഞാൻ തളർന്നു പോയിട്ടുണ്ടല്ലോ. കർത്താവേ, എന്നെക്കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ എൻ്റെ ഉള്ളം തളരുകയും ഞാൻ മ്ലാനനായി പോവുകയും ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടെല്ലാം അപ്പോഴെല്ലാം എൻ്റെ ശുശ്രൂഷയ്ക്ക് എനിക്ക് തളർച്ച വന്നുപോയല്ലോ. നാഥാ, നീ എന്നോട് ക്ഷമിക്കണമേ. എന്നെ കുറ്റം വിധിച്ചവരോട് എനിക്ക് ചിലപ്പോൾ നീരസം വന്നു പോയല്ലോ. സ്വർഗത്തിലെ ദൈവമേ, നിഷ്പക്ഷമായി മുഖപക്ഷം കൂടാതെ എല്ലാവരെയും ന്യായം വിധിക്കുന്ന അവിടുത്തെ സന്നിധിയിൽ ഞാൻ വരുമ്പോൾ ഞാൻ ഒരു കുറ്റവാളിയായി നിൽക്കാനിട വരല്ലേ. എൻ്റെ ഹൃദയത്തിലെ കയ്പുകൾ, എൻ്റെ ഹൃദയത്തിലെ സ്വാർത്ഥതകൾ, എൻ്റെ ഹൃദയത്തിലെ ദിവ്യാഗ്രഹങ്ങൾ ഉടയവനെ, അതൊന്നും ബാക്കിയില്ലാതെ എന്നെ മുഴുവനായി നീ ഒന്ന് കഴുകണമേ. മുഴുവനായി എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ബാക്കിയൊന്നും കിടക്കരുത്. ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. പ്രിയപ്പെട്ടവരെ, എല്ലാം പൂർത്തീകരിക്കണം. നമ്മുടെ കരുണയുള്ള കർത്താവ് ഇതാ ക്രൂസിലേക്ക് പോകുന്നതിന് മുൻപ് കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അത് അത്യന്തം അതിമനോഹരമായ ഒരു അധ്യായം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ആ പ്രാർത്ഥന നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് ക്രൂസിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പിതാവേ, നീ എന്നെ ഏൽപ്പിച്ചതെല്ലാം ഞാൻ ഈ ഭൂമിയിൽ നിവർത്തിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ആ വാക്യം നാം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തരളിതമാകും. നമ്മുടെ ഹൃദയം വിറയൽ കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാഥ, പിതാവേ, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. എന്നെ നീ ഏൽപ്പിച്ചത്, എനിക്ക് നീ തന്നത് ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. ഇതാണ് നാം വായിക്കുന്നത്. 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. പ്രവൃത്തി തികയ്ക്കുക, പ്രവൃത്തി പൂർത്തീകരിക്കുക. അല്പം പോലും മാറ്റി വയ്ക്കരുത്. പിന്നെ ആകട്ടെ എന്ന് വയ്ക്കരുത്. യാക്കോബ് സന്തോഷത്തോടെ കൃതാർത്ഥതയോടെ പറയുകയാണ്, ഇനി ഞാൻ മരിച്ചാലും, ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല, സമാധാനത്തോടെ കടന്നു പോകുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒരു ദിവസം ഞാൻ കടന്നു പോകണ്ടേ? ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണ്ടേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ CT സ്റ്റഡിൻ്റെ കാര്യം? നിങ്ങൾ കേട്ടിട്ടില്ലേ? CT സ്റ്റഡ് വലിയ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. വളരെ പ്രസിദ്ധനായ ഒരു ക്രിക്കറ്റ് താരമായിരുന്നു.
നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്റ്റഡിൻ്റെ സഹോദരനും രണ്ടുപേരും കളിക്കളം നിറഞ്ഞു നിൽക്കുന്ന സുപ്രസിദ്ധ ക്രിക്കറ്റ് താരങ്ങൾ. അവരെ മിക്കവാറും എല്ലാ ദിവസവും അവരുടെ ഫോട്ടോ ഇംഗ്ലണ്ടിലെ പത്രത്തിൽ വരുമായിരുന്നു. പ്രസിദ്ധ ക്രിക്കറ്റ് താരങ്ങൾ, യുവാക്കളുടെ ഹരമായിരുന്നു ഇവർ രണ്ടുപേരും. എന്നാൽ എത്ര പെട്ടെന്നാണ് സ്റ്റഡിൻ്റെ സഹോദരൻ രോഗിയായത്. സ്റ്റഡിൻ്റെ സഹോദരൻ രോഗിയായി ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുകയാണ്. ആരോഗ്യം കുറഞ്ഞു വരുന്നു, ശരീരം മെലിഞ്ഞ് ക്ഷീണിച്ചു വരുന്നു. രോഗം എന്താണെന്ന് ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. എല്ലാ പരീക്ഷണങ്ങളും നടത്തി, എല്ലാ ഗവേഷണങ്ങളും നടത്തി, എല്ലാ പരിശോധനകളും നടത്തി, രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കളിക്കളത്തിൽ നിറഞ്ഞു നിന്ന് ആ യൗവനത്തിൻ്റെ പ്രസരിപ്പുള്ള ഊർജ്ജസ്വലതയുള്ള ആ യുവാവ് ഇത് മരണത്തോട് ഇഞ്ചിഞ്ചായി അടുത്തുകൊണ്ടിരിക്കുന്നു. സ്റ്റഡ് സഹോദരൻ്റെ മരണക്കിടക്കയുടെ അരികത്ത് നിന്നു. മരിക്കാറായി കിടക്കുന്ന സഹോദരൻ്റെ ആ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് CT സ്റ്റഡ് വിതുമ്പി നടന്ന കാര്യമാണ്. സ്റ്റഡ് വിതുമ്പിക്കൊണ്ട് കുറച്ചു നേരം നിന്നു. എന്നിട്ട് തന്നെത്താൻ ഇങ്ങനെ പറഞ്ഞു, ജസ്റ്റ് വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്, ദാറ്റ് വിച്ച് ഇസ് ഡൺ ഫോർ ക്രൈസ്റ്റ് വിൽ ലാസ്റ്റ്. ഒരായുസല്ലേ ഉള്ളൂ, ഒരായുസ് മാത്രം. ജസ്റ്റ് വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. അത് എത്ര വേഗം തീർന്നു പോകും. ദാറ്റ് വിച്ച് ഇസ് ഡൺ ഫോർ ക്രൈസ്റ്റ് വിൽ ലാസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രം നിലനിൽക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയം കൊടുക്കാൻ പറ്റുമോ? ക്രിസ്തുവിനോട് നിങ്ങൾക്ക് വാക്ക് പറയാൻ പറ്റുമോ? ക്രിസ്തുവിനായി നിങ്ങളുടെ ഉള്ളം തുറക്കാൻ പറ്റുമോ? ക്രിസ്തു പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നാഥാ, നീ അവിടുന്ന് ക്രൂസിൽ മരിച്ചത് നിന്നെ തന്നെ എനിക്ക് വേണ്ടി തരാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രൂസിൽ മരിച്ചു കിടന്ന യേശുവേ, ക്രൂസിൽ നിന്ന് നീ ഇറങ്ങി വന്ന് എൻ്റെ ഹൃദയത്തിൽ ശയിക്കണമേ, എൻ്റെ ഹൃദയത്തിൽ സിംഹാസനസ്ഥനായി വാഴണമേ, എൻ്റെ ജീവിതത്തിന് ചുക്കാൻ പിടിക്കണമേ, എന്നെ നീ നിയന്ത്രിക്കണമേ. പ്രിയപ്പെട്ടവരെ, യുവാക്കളെ നിങ്ങൾ കേൾക്കുക, യൗവനക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കുക, സഹോദരികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ക്രിസ്തുവിന് വേണ്ടി ഉള്ളം തുറന്നു കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ പരമഭാഗ്യം. എല്ലാം തീർന്നു പോകും, എല്ലാം മാറിപ്പോകും, മാറിടും മനുഷ്യരെല്ലാം, മറന്നിടും സ്നേഹിതരും, മാറ്റമില്ലാത്തവൻ എൻമനുവേൽ. പ്രിയപ്പെട്ടവരെ, മരണത്തെ ജയിച്ച് മാറ്റമില്ലാത്തനായി നിൽക്കുന്ന എൻമനുവേൽ, ഇമ്മാനുവേലായ കർത്താവായ യേശു, അവൻ മാത്രം നിൽക്കുന്നു. സ്നേഹിതന്മാർ മറന്നുപോകും, കൂട്ടുകാർ മറന്നുപോകും, സഹോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നുപോകും, സഹോദരർ കൈവിടും. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മാറിപ്പോകും. മാറിപ്പോകാത്ത ഒരാളുണ്ട്. ആരെല്ലാം മാറിയാലും മാറാത്തവനായി സ്നേഹിത, ആരെല്ലാം വിട്ടുപോയാലും നിന്നെ വിട്ടുപോകാത്തവനായി, നിന്റെ വേദനയിൽ നിന്നെ താങ്ങുവാൻ, നിന്റെ യാതനയിൽ നിനക്ക് ആശ്വാസം തരുവാൻ, നിന്നെ സമാധാന തീരത്തുകൂടെ കരം പിടിച്ച് നടത്തുവാൻ കഴിവുള്ള ഒരാളുണ്ട്. അവനത്രേ കർത്താവായ യേശു ക്രിസ്തു. ക്രൂസിൽ മരിച്ചിരിക്കുന്നു, നിന്റെ പാപം വഹിച്ചിരിക്കുന്നു, നിന്റെ പാപത്തിന് ശിക്ഷ അവൻ ഏറ്റിരിക്കുന്നു. അവനെ നീ എതിരേൽക്കുമോ? അവനെ നീ കൈക്കൊള്ളുമോ? അവനായി നിന്റെ ഉള്ളം തുറക്കുമോ? അവനോട് നീ പുതിയ വാക്ക് പറയുമോ? ഉടയവനെ, ഇതുവരെയും പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിച്ചു നാഥ, ഇതുവരെയും പിശാചിന്റെ ബന്ധനത്തിൽ കഴിഞ്ഞുപോയി. എൻ്റെ പാവക്കറകൾ എൻ്റെ മേൽ കണക്കിടല്ലേ, എൻ്റെ മേൽ നാഥ, എൻ്റെ പാവക്കറകൾ കണക്കിടല്ലേ, എൻ്റെ പാവക്കറകൾ കഴുകണമേ. യേശുവിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകി വെടിപ്പാക്കണമേ. ഒരു പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ പുതിയ ഭാഗ്യം എനിക്ക് തരണമേ, പുതിയ ജീവിതം എനിക്ക് തരണമേ, പുതിയ കൃപ എനിക്ക് തരണമേ, പുതിയ ആത്മാവിനെ ഭരിക്കണമേ, പുതിയ ശക്തി എന്നിൽ പകരണമേ, പുതിയ ശാന്തിയിലേക്ക് എന്നെ നയിക്കണമേ, പുതിയ സമാധാനത്തിൽ വാഴണമേ. യേശുവേ, പുതിയ ആകാശഭൂമികളിൽ വാഴുവാനുള്ള സ്വർഗീയ സൗഭാഗ്യത്തിന്റെ സമുന്നത ശ്രേണിയിലേക്ക് എന്നെ കരയേറ്റണമേ. പ്രാർത്ഥിപ്പീൻ ദൈവജനമേ, നിങ്ങളെ തന്നെ സമർപ്പിപ്പീൻ ദൈവജനമേ. ക്രിസ്തുവിനായി ഉള്ളം തുറക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ പൊന്നേശുവേ, ജീവനുള്ള നാഥ, അവിടുത്തെ സന്നിധാനത്തിലേക്ക് വരുവാൻ ഈ സമയം തന്നതിനായി സ്തോത്രം. ജീവന്റെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. സ്നേഹത്തിന്റെ വചനത്താൽ ഞങ്ങളെ കുളിർപ്പിച്ചതിനായി സ്തോത്രം. നാഥ, ഞങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അവിടെ നിന്നും ജീവിക്കുന്നതിനായി സ്തോത്രം. യൗസേപ്പ് ജീവനോടിരിക്കുന്നുവെന്ന് യാക്കോബ് കണ്ടറിഞ്ഞതുപോലെ ജീവനുള്ള ക്രിസ്തുവിനെ കണ്ടറിയുവാൻ, ക്രിസ്തു ജീവിക്കുന്നെന്ന് അറിയുവാൻ, ജീവിക്കുന്ന ക്രിസ്തുവിൽ ജീവിതം അർപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ആഹ്വാനം ചെയ്ത് ക്ഷണിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെ മേൽ നിന്റെ കൃപ പകരണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.